ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച മുതൽ ഞാൻ 2 മലയാളത്തിലുള്ള പിക്കാച്ചാം റീഡിങ്സ് ഇടുന്നതാണ് കേട്ടോ. ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഞാനിടുക. ഇത് ആദ്യത്തെ ബുധനാഴ്ചയിലത്തെ ആദ്യത്തെ പിക്കാച്ചാം റീഡിംഗ് ആണ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതും റെക്കമെൻഡ് ചെയ്തിട്ടുമുള്ളതുമായ ടോപ്പിക്കാണ്. ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, ഞാനൊരു പിക്കപ്പ് പൈൽ റീഡിംഗ് ഈ സെയിം ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിരിക്കും, പിന്നെ കുറച്ചും കൂടി സ്പെസിഫിക്കും ആയിരിക്കും. കാരണം നമ്മൾ കാർഡ്സ് ഒന്നും ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടില്ല. നമ്മളിനി നിങ്ങളുടെ എനർജിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കാർഡ്സ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ പൈലിൻ്റെയും ലാസ്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ക്ലൂസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഞാൻ ഇന്നത്തെ റീഡിങ്ങിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നത്തെയും പോലെ നിങ്ങൾക്ക് 3 ചാംസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2വിൻ്റെ, ഇത് ഗ്രൂപ്പ് 3യുടെ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾ ഇതിലൊരു ചാം ചൂസ് ചെയ്യാം, ഇതിലൊരു പൂവ് ചൂസ് ചെയ്യുക. ഓക്കെ, ഈ 3 ഗ്രൂപ്പുകൾക്കുമുള്ള ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൽ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 2 ഗ്രൂപ്പിലെയും റീഡിങ്സ് കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക. എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന എല്ലാ മെസ്സേജസും നിങ്ങൾക്കുള്ളതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം. നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ സ്വീകരിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് റീഡിംഗ് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിങ്സ് എന്നിൽ നിന്നും ഇനിയും കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ വളരെയധികം ഒരു സ്വസ്ഥമായിരുന്ന ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ കണ്ണുകളടച്ച് ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്നിട്ട് ആ ഗ്രൂപ്പിൽ വെച്ചിട്ട് വീണ്ടും കാണാം. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണെന്ന്. ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരൊരു ക്യാരക്ടർ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത്. ഓക്കെ, ആരാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഫ്യൂച്ചർ സ്പൗസ്? ആരാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഫ്യൂച്ചർ സ്പൗസ്? ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് മജീഷ്യൻ ആണ് കേട്ടോ. Clarify the Three of Swords. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആണ്. അവർക്ക് എന്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, അതൊരു റിയാലിറ്റി ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അപ്പോൾ അവർ എന്ത് ആഗ്രഹിച്ചാലും അതവർ വളരെ സക്സസ്ഫുള്ളി അവരുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡുകൾ എന്ന് പറയുന്നത് 3 ഓഫ് സ്വോർഡ്സും 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അതായത് റീസെൻ്റ്ലി ഇവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എനർജി കണക്ട് ചെയ്യുമ്പോൾ അവരൊരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്ന് പോന്നിട്ടുള്ള ഒരാളാണ്. ഈ റീസെൻ്റ്ലി വളരെ റീസെൻറ്റ് പാസ്റ്റിലാണ് സംഭവിച്ചിട്ടുള്ളത്, വർഷങ്ങൾക്ക് മുന്നൊന്നുമല്ല, ഈ അടുത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഹീൽഡായി. അപ്പോൾ അതിലിങ്ങനെ കഴിഞ്ഞു പോയ കാര്യത്തിൽ എന്താ പറയുക, അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരാളല്ല. അത് കഴിഞ്ഞ അധ്യായങ്ങൾ അതിനോട് എന്താ പറയുക, പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നൊരു സ്വഭാവം ആർക്കില്ല, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനില്ല. ഓക്കെ, അവർ എന്താ പറയുക, ഈ വീണ്ടും ആ പഴയ കാര്യങ്ങളിൽ ഓർത്ത് സമയം കളയുക, അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുക. അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഹാർട്ട് ബ്രേക്ക് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആവാം, സാഹചര്യം കൊണ്ടുണ്ടായതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടായതാവാം, ഏതെങ്കിലും ഒരു വ്യക്തികൾ കാരണമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും
അവർ അങ്ങനെ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അവരതിൽ നിന്ന് വേഗം തന്നെ പുറത്തു വരും. കാരണം അവരെ തന്നെ വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഈ വേദനയുള്ള ഒരു എനർജിയിൽ, അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സങ്കടം നിറഞ്ഞ ഒരു എനർജിയിൽ അവരെ തന്നെ ഒരുപാട് നേരം എന്ത് ചെയ്യുന്നില്ല, നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അവരെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് അവർ ഈ കാര്യങ്ങളിലൊന്നും, അവർ ഈ നെഗറ്റീവായിട്ടുള്ള ലോ വൈബ്രേഷൻ ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ എനർജിയിൽ അധിക നേരം അവരെന്ത് ചെയ്യില്ല, സ്റ്റേ ചെയ്യില്ല. അവരതിൽ നിന്ന് വേഗം തന്നെ പുറത്തേക്ക് വരും. കറൻ്റ്ലി അവർ സിംഗിളാണ്. അവർ അവരുടെ എനർജി എന്ന് പറഞ്ഞപ്പോൾ വളരെ മാഗ്നറ്റിക് ആണ്. ഓക്കെ, അവരവരുടെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ എന്താ പറയുക, ഈ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ യാതൊരു ബാക്കി പത്രങ്ങളും ഇപ്പോൾ അവരുടെ ലൈഫിലില്ല. അവരതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു. അവർ വളരെയധികം എന്താ പറയണ്ടേ, എൻജോയ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഈ ഫോട്ടോയിൽ ഈ കുട്ടിയുടെ കൂടെ ഒരു ടൈഗറാണുള്ളത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു മെസ്സേജാണ്, അവർക്കൊരു പെറ്റ് ഉണ്ടായിരിക്കും, ഒരു പൂച്ച. ഓക്കെ, പൂച്ചയാണ് കിട്ടിയത്. പെട്ടെന്ന് കണക്ട് ചെയ്തതാണ്. ഇവിടെ വേറെ മയിലും ഉണ്ട്, പക്ഷേ എനിക്ക് ആദ്യം ആ മെസ്സേജ് തന്നെ വന്ന്, സാധാരണ ഈ കാർഡ് കണ്ടാൽ എനിക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ അവർക്കൊരു പെറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പൂച്ചയാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അവർക്കപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടോ, അവർ ഈ അടുത്താണ് ഈ ഒരു അവർക്ക് വളരെ വേദന ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല, ഒന്നുമില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഓക്കെ, അവരുടെ സന്തോഷം, അവരുടെ സമാധാനം, അതിനാണ് പ്രാധാന്യം കൊടുത്തിട്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അവരുടെ ലൈഫ് അവരിപ്പോൾ വളരെയധികം എൻജോയ് ചെയ്യുന്നു. അവർക്ക് ഫൈനാൻഷ്യലി അവർ വളരെ സ്റ്റേബിളാണ്, സെക്യൂർ ആണെന്നാണ് കാണുന്നത്. ഇവരെ ഒരുപാട് എന്താ പറയുക, ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൊക്കെ വിശ്വസിക്കുന്ന, അതിലൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർ കുറച്ച് ട്രഡീഷണലാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു ലിബറൽ ചിന്താഗതിയുള്ള ആളാണെങ്കിൽ ഇവർ കുറച്ച് ട്രഡീഷണൽ ആണെന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവർക്ക് അതുപോലെ തന്നെ അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ മാരേജ് ഇൻ ജനറൽ, അതിലവർക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് അറേഞ്ച് മാരേജ് ആണ്. അതുപോലെ തന്നെ ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ജീവിതം, അതിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഒരു ലിവിങ് ടുഗെദർ അങ്ങനത്തെ കൺസെപ്റ്റിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കാണുന്നത്. നമുക്കിനി കിട്ടിയിട്ടുള്ള കാർഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്ലാരിഫൈ ദ 2 ഓഫ് പെൻറ്റക്കിൾസ്. അവർ എപ്പോഴും എന്താ പറയുക, അവരുടെ ലൈഫിൽ ഒരു ഹാർമോണിയസ് എനർജി നിലനിർത്താനായിട്ട്, ഓക്കെ, ഒരു സമാധാനം സ്വസ്ഥത നിറഞ്ഞ ഒരു എനർജി നിലനിർത്താനായിട്ടാണ് അവരെടുക്കുന്ന ഓരോ ഡിസിഷൻസും അതിൻ്റെ ബേസിലാണ്. അപ്പോൾ അനാവശ്യമായ ടെൻഷൻ, അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവരെ അതിനൊന്നും എൻകറേജ് ചെയ്യില്ല, ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ് ഇമോഷണലി വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഓക്കെ, അവർ ഇമോഷണലി അവൈലബിൾ ആണ്, ഓഫ് കോഴ്സ്. ഓക്കെ, പക്ഷേ അവർക്ക് ആ ഒരു ലോജിക്കൽ സൈഡുണ്ട്. ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, എന്നാൽ വളരെ ലോജിക്കൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ കറക്റ്റ് ബാലൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഒരു എനർജി ഇപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ്, വളരെ ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. അവർ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു സ്വീറ്റ് നേച്ചറാണ് അവർക്കുള്ളത്. ഒരു വളരെ കെയറിങ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്, മറ്റുള്ളവരെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ജീവിത പങ്കാളിയാണല്ലോ, അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് എന്നുള്ള ആ ഒരു മെസ്സേജും കൂടിയാണ് തരുന്നത്. ഈ വ്യക്തിയുടെ കൂടെയുള്ള നിങ്ങളുടെ ലൈഫ് ഹാപ്പി മാരേജ് ആണ്, അതിൽ സംശയമില്ല. നമുക്ക് സൺ കാർഡ് കിട്ടിയിരിക്കുന്നത് ഹാപ്പിലി എവർ ആഫ്റ്ററിനെ സൂചിപ്പിക്കുന്നതാണ് സൺ കാർഡ്. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു വൈവാഹിക ജീവിതമാണ് നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കാം. പിന്നെ മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷിലെ ഒരു പാട്ടുണ്ട്, യു ആർ മൈ സൺഷൈൻ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ കേട്ടത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും ഈ വ്യക്തി, മനസ്സിലായോ? നിങ്ങളുടെ ഒരു സൺഷൈൻ ആണ് ആ വ്യക്തി. നിങ്ങൾക്ക് വളരെയധികം അവരുടെ പ്രസൻസ് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇതൊരു ഡിവൈൻലി ഗൈഡഡ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു എന്താ പറയുക, ഇടപെടൽ നിങ്ങളുടെ ഈ ഒരു യൂണിയനിൽ വളരെ വ്യക്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിക്കോട്ടെ, നിങ്ങൾ എന്താ പറയുക, ഒരുമിക്കുന്നതായിക്കോട്ടെ, ഇതിലെല്ലാം ഈശ്വരൻ്റെ ഒരു
ഇൻവിസിബിൾ ഹാൻഡ് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ അനുഭവിച്ചറിയും. ഓക്കെ, അത്രയും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഇപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ലോജിക്കലായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലായിരിക്കാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നതും നിങ്ങൾ അടുക്കുന്നതും ഒക്കെ ഒക്കെ. അപ്പോൾ അവിടെ നമുക്ക് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഇതെങ്ങനെ നടന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കണക്ഷനാണ് ഞാനിവിടെ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളും ഈ വ്യക്തിയും ഒരുമിക്കണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വരനാണ് ഇതിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സാണ് ഇതിൽ എന്ത് ചെയ്യണത്, നേരിട്ട് ഇടപെട്ട് നിങ്ങളെ എന്താ പറയുക കൂട്ടിച്ചേർക്കുന്നത്. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ബാലൻസ് നൽകുന്നതായിരിക്കും ഇവരുടെ കൂടെയുള്ള ഒരു ജീവിതം. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ്, അതിപ്പോൾ ഒരു പ്രണയം തന്നെ ആവണമെന്നില്ല, എന്ത് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, പലപ്പോഴായിട്ടും ബന്ധങ്ങളിൽ നിങ്ങൾക്ക് കുറേ ഒരു അന്യായം സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എഫേർട്ട് എടുക്കുന്നു, പക്ഷെ തിരിച്ചങ്ങനെ ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, നിങ്ങൾ ആർക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടെ നിൽക്കാൻ ഏത് സമയത്ത് നിങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആരും കൂടില്ലാത്ത അവസ്ഥ. അതിപ്പോൾ ഒരു എന്താ പറയുക, റൊമാൻറ്റിക് ലൈഫിലായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം, നിങ്ങളുടെ ഈ ഒരു ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു അന്യായങ്ങൾക്ക് പകരം ഈശ്വരൻ നടപ്പാക്കുന്ന ഒരു നീതിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുള്ളപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെ, ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളെടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അത് കൃത്യമായി അക്നോളജ് ചെയ്യുകയും അതിന് ആ ഒരു എന്താ പറയുക, അത് അക്നോളജ് ചെയ്യുക മാത്രമല്ല അതിനെ ബഹുമാനിക്കുകയും അതിനോട് അപ്പോൾ നിങ്ങളോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ആ വ്യക്തി. ഓക്കെ, നിങ്ങളോട് ഒരുപാട് നന്ദി ഉണ്ടാവും. കാരണം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹമായിക്കോട്ടെ കരുതലായിക്കോട്ടെ, അതൊക്കെ നിങ്ങളെടുക്കുന്ന എഫേർട്ടാണ്. അത് അവർ കൃത്യമായി അവരത് എന്താ പറയുക എക്നോളജ് ചെയ്യുന്നുണ്ട്, അവരെ തിരിച്ചറിയുന്നുണ്ട്, അവരത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നു, നീ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് അവർ നിങ്ങളെ അറിയിക്കും. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ നിങ്ങൾക്കൊരിക്കലും എന്താ പറയുക, നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരു തോന്നൽ ഈ ഒരു കണക്ഷനിൽ ഒട്ടും ഉണ്ടാവില്ല. ഓക്കെ, ഇത് വളരെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അങ്ങോട്ട് കൊടുക്കുന്നു അത്രയും എഫേർട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വേറൊരു ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നുണ പറയുക അല്ലെങ്കിൽ ചതിക്കുക, ഇതൊന്നും അവർ ക്ഷമിക്കില്ല. ഓക്കെ, അവർക്ക് വഞ്ചന ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഒരു നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പോലീസിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ അങ്ങനെ നേവി, എയർഫോഴ്സ് അങ്ങനെ ഏതിലേലോ, അല്ലെങ്കിൽ ഇപ്പോൾ കോർട്ട് റിലേറ്റഡ് ലോയർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്, അങ്ങനത്തെ ഉണ്ടല്ലോ പൊസിഷൻസ്, അങ്ങനെ ഒരു ലീഗൽ ഫീൽഡിലായിരിക്കാം അവർ എന്താ പറയുക വർക്ക് ചെയ്യുന്നത്. ഒരു പ്രൊഫഷൻ അതാവാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ അവർ അന്യായം കണ്ടു നിൽക്കാൻ അവർക്ക് പറ്റില്ല. ആരെങ്കിലും അവരോട് കള്ളം പറയാണ്, ആരെങ്കിലും അവരെ പറ്റിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ആ വ്യക്തിയോട് ക്ഷമിക്കുമില്ല. അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അവരാർക്കും അവരെപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ആരോടും അന്യായമാവുന്നില്ല എന്നവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കുമുള്ള ഒരു ടിപ്പാണ്. ഒരു കാരണവശാലും അവരോട് കള്ളം പറയാതിരിക്കുക, എന്തിൻ്റെ പേരിലാണെങ്കിലും കള്ളം പറയാതിരിക്കുക. ഓക്കെ, അവർ എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ് സംഭവിക്കുക. പക്ഷെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കണം. അങ്ങനത്തെ പ്രിൻസിപ്പിൾസൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, കർമ്മ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ ഒരു പ്ലാൻ, ഓക്കെ, യൂണിവേഴ്സ് പ്ലാൻ, അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ബന്ധമാണ്, ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഈശ്വരൻ കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതിന് മുന്നേ നിങ്ങൾക്കുണ്ടായിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻസ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പാഠങ്ങളായിരുന്നു. ഈ വ്യക്തിയുടെ കൂടെയാണ് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങളെ ഒരു ഒരാളായിട്ട് പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിക്കുകയും അങ്ങനെ ഒരു ജീവിതം ഈ ഒരു വ്യക്തിയുടെ കൂടെ മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ഫുൾഫില്ലിംഗ് ആയിരിക്കുക. ഒരു വളരെയധികം നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതിൽ, നിങ്ങളതിൽ വളരെയധികം സംതൃപ്തരായിരിക്കും. അങ്ങനത്തെ ഒരു ബന്ധമാണ് കാണുന്നത്. ഇതൊരു ന്യൂ എനർജി എന്നുള്ള ലെവലാണ് കാണുന്നത് കേട്ടോ. നമുക്ക് ഈ ഏസ് ഓഫ് കപ്സ് കിട്ടുമ്പോൾ ഒരു ന്യൂ എനർജിയാണെന്നാണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു
ബന്ധം. ഓക്കെ, നിങ്ങളെങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നത് അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇത് പുതിയ വ്യക്തിയാണ്. നിങ്ങളെ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഈ വ്യക്തിനെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് എന്താ പറയണ്ടേ, കുറച്ചൊന്നൊരു ഇൻട്രോവേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അധികം ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളായിരിക്കില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അവിടെയുള്ള എല്ലാവരുമായിട്ട് കമ്പനി ആവുക, എല്ലാവരോട് അങ്ങനത്തെ ഒരാളാവാൻ വഴിയില്ല. കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ആളായിരിക്കും, കുറച്ചധികം സംസാരിക്കാത്ത വ്യക്തിയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വളരെയധികം വിശ്വസിക്കാവുന്ന ഒരാളാണ്. ഏത് കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിനെ സമീപിക്കാം. ഓക്കെ, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവർ നിങ്ങളെ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അവരുടെ ഒരു ക്യാരക്ടറേ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ എന്താ പറയുക, അവർക്ക് ഒരുപാട് ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അവരെങ്ങനെയാണ് വളരെയധികം വിശ്വസ്തത ഉള്ള, അതുപോലെ തന്നെ എന്ത് കാര്യത്തിന് കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ കാണുന്ന ഒരു വളരെ മെച്യൂർ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഫുൾ എനർജി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരും ഒരു തരത്തിൽ എന്ത് ചെയ്യുകയാണ്, ഈശ്വരനെ വിശ്വസിച്ചിട്ടാണ് വരുന്നത്. നിങ്ങളെ കണ്ടുമുട്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് അവരുടെ ഭാഗത്തു നിന്ന്. നിങ്ങൾക്കും ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഭാഗത്തും ഇതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. അതുപോലെ തന്നെ അവർക്ക് clarify the devil. Clarify the devil. Thank you. Okay. ഒരുപാട് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, എത്രത്തോളം അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവർ വളരെ പ്രകടമായിട്ട് കാണിക്കുന്ന ഒരാളായിരിക്കും. കാരണം നിങ്ങൾ അതുപോലെ തന്നെ ഈ വ്യക്തിയിലും വളരെ അട്രാക്റ്റഡ് ആയിരിക്കും. ആ ഒരു അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡീപ്പ് ഫീലിങ്സ്, ഇമോഷൻസ് മാത്രമല്ല, അവിടെ ഒരു അട്രാക്ഷനും ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ആ ഒരു പാഷൻ, അട്രാക്ഷൻ നിങ്ങളുടെ ഇടയിൽ വളരെയധികം സ്ട്രോങ് ആയിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിത പങ്കാളി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെയും ഇതിൽ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ ഈ ഒരു ബന്ധം, നിങ്ങൾ ഈ ആളെ കണ്ടുമുട്ടുക, നിങ്ങൾ ഇവരായിട്ടൊരു റിലേഷൻഷിപ്പിലാവുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ നാച്ചുറലി സംഭവിക്കുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വളരെ നാച്ചുറലി സംഭവിക്കുന്ന, ഓക്കെ, വളരെ ഈസിലി, ഒരു എന്താ പറയുക, ചാലഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കുറച്ച് പൊസസീവ് ആവാൻ സാധ്യതയുണ്ട്. അതായത് അവർക്ക് പ്രിയപ്പെട്ടവരെ വെച്ചിട്ട് അവർക്ക് പ്രിയപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് വ്യക്തി കുറച്ച് പൊസസീവ് ആവാനും പ്രൊട്ടക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. Clarify the unknown card. Okay. ഇവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച്, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരിക്കും. കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല എങ്കിൽ കുറച്ച് ടെൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അവർ കുറച്ച് സ്ട്രെസ്ഡ് ആവും. അവർക്ക് എന്താ വെച്ചാൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ചെറുതായെങ്കിലും ഒരു ഐഡിയ വേണം. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അത് ഇല്ലാണ്ടാവുമ്പോൾ അവർ കുറച്ച് സ്ട്രെസ്ഡ് ആവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് 1 അറിയേണ്ടതുണ്ടോ അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച്? ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. വളരെ മെച്യൂറാണ്. അതുപോലെ തന്നെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇരുത്തമുള്ള ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. എന്നാൽ അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. വളരെയധികം ആ ഒരു സ്നേഹവും കരുതലൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ എന്താ പറയുക, ഒരുപാട് ഭാഷകൾ ചിലപ്പോൾ ഇവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ലാംഗ്വേജസ് ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഒരു കഴിവുള്ള ആളാണ്.
കമ്മ്യൂണിക്കേഷൻ, അവർ ഒരുപാട് സംസാരിക്കില്ല എന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിലാണ് അവരുടെ സംസാരം അങ്ങനെയാണ്. ഓക്കെ, അവർ വളരെയധികം നമുക്ക് തന്നെ എന്താ പറയുക, കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു ശൈലിയാണ് അവരുടെ സംഭാഷണ രീതി എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഈ പറഞ്ഞ പോലെ ഭാഷകളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയാനുള്ള സാധ്യത എന്തായാലും ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ 10 ഓഫ് വോൺസും ചാരിയറ്റാണ്. അവർ എന്താ പറയുക, ജീവിതത്തിൽ അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്. കഷ്ടപ്പാടുകൾ നടന്ന സമയം കൂടെ ഒക്കെ അവർ കടന്നു വന്നിട്ടുണ്ട്. ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അവർ വളരെയധികം വെൽ സെറ്റിൽഡ് ആണ്, സ്റ്റേബിളാണ്, സെക്യൂർ ആണ്. പക്ഷെ അവർക്കറിയാം ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവർക്കൊരു എംപത്തി എന്ന് പറയുന്നുണ്ട്. അവർക്ക് ആ ഒരു വ്യക്തി, വേറൊരു വ്യക്തി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുമ്പോൾ അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ വളരെ കോൺഫിഡൻ്റ് ആണ്. അവരിൽ തന്നെ വളരെ കോൺഫിഡൻ്റ് ആണ്. അവർ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോഴും അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചുമലിലേറ്റുക, എന്നിട്ട് ബുദ്ധിമുട്ടുക, ആ കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് എന്ന കൃത്യമായ ധാരണയുള്ള ആളാണ്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവർ ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും തലയിലേറ്റി വെക്കുന്ന ഒരാളല്ല. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞുപോയ കാലത്തിൽ ഒരിക്കലും അതിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുമാണ് കേട്ടോ. ഈ ഒരു എന്താ പറയേണ്ടത്, ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് അവർ ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരൊരു വിവാഹം വരെ എത്തും എന്ന് പ്രതീക്ഷിച്ച അങ്ങനെ ഒരു കണക്ഷനാണ്. അവർ ചിലപ്പോൾ എന്താ പറയുക, അത്രയും അങ്ങനെ ഒരു ലോങ് ടേം സീരിയസ് കണക്ഷൻ ആയിരുന്നു അത്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. ഇത് എല്ലാവർക്കും ബാധകമായിരിക്കില്ല കേട്ടോ. പിന്നെ ഇവർ ഇപ്പോൾ കറൻ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഓക്കെ, അവരെങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ എന്തൊക്കെ അവരുടെ ഉള്ളിൽ ഉള്ള നെഗറ്റീവ് ലോ വൈബ്രേഷണൽ എനർജീസ് നിൽക്കുന്നുണ്ടോ, അവരൊരു സക്സസ്ഫുൾ റിലേഷനിലാവാൻ അവരെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഓക്കെ എന്തെങ്കിലും ഒരു എനർജി അവരിലുണ്ടോ എന്ന് കണ്ടെത്തി അതൊക്കെ അവരെന്ത് ചെയ്യുകയാണ്, ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൈറ്റ് നൗ. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് ഒന്നു ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ അത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി വേറൊരാൾ അവരുടെ ലൈഫിലേക്ക് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിത പങ്കാളിനെ മാത്രമാണ്. ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ആൾ ആരാണോ അവരെ മാത്രമാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിനായിട്ട് അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ അവരിൽ ഇപ്പോൾ ഏതെങ്കിലും ക്യാരക്ടർ അതൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അതൊരു പ്രശ്നമാകും, അല്ലെങ്കിൽ അത് നല്ലൊരു ക്യാരക്ടറല്ല, അല്ലെങ്കിൽ നല്ലൊരു ട്രയറ്റ് അല്ല, അത് ഏതെങ്കിലും ഒരു പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു വേദന നിറഞ്ഞ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഒരു മുറിവിൻ്റെ ബാക്കി പത്രമൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് അതെല്ലാം അവരവരുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അണ്ടർലൈങ് എനർജി 7 ഓഫ് കപ്സ് ആണ്. അവർക്ക് എന്താണോ ലൈഫിൽ വേണ്ടത്, അവരെങ്ങനത്തെ ജീവിത പങ്കാളിയാണോ വേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഓക്കെ അവരിപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് റിലീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരിൽ അവശേഷിച്ചിട്ടുള്ള ട്രോമ അല്ലെങ്കിൽ വൂൺസ് അതൊക്കെ അവരുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുകയാണ്. എങ്ങനത്തെ ഒരാളാണ് അവർക്ക് വേണ്ടത്, എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർ ഈ റൈറ്റ് നൗ ഈ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു യൂണിയനെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണുന്നത്. അപ്പോൾ എഗെയിൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ ഒരു എന്തായാലും അവർക്ക് കല്യാണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് അവരെന്തായാലും നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അത് ഒരു കല്യാണത്തിലേക്ക് അതെത്തണം. വെറുതെ ഒരു ഡേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദർ ഇതൊന്നും അതല്ല അവർ നോക്കുന്നത്. അവരിപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിലേക്ക് മാത്രമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടുള്ള എന്താ പറയേണ്ട ഡീറ്റെയിൽസ്. ഇനി നമുക്ക്
ക്ലൂസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1-ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഇനീഷ്യൽ എന്ന് പറഞ്ഞ 2 വാക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് O, ഒന്ന് K. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാവാം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ എന്താ പറയണ്ടേ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫസ്റ്റ് നെയിമിൽ, അവരുടെ പേരിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലെറ്റർ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ നമുക്ക് 3 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ, ജൂൺ, ജൂലൈ. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം അവരുടെ അവർ ജനിച്ച മാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ദിവസം കിട്ടിയിട്ടുള്ള തേഴ്സ്ഡേ ആണ്. ചിലപ്പോൾ ഈ ഒരാഴ്ചയിലായിരിക്കും അവർ ജനിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 7, 11, 13, 17, 23. ഇതിലവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാവാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ഐഡിയ. ഓക്കെ, അവരെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഇനി എന്താ പറയുക, ഫ്യൂച്ചറിൽ ഓരോ സ്പെസിഫിക് ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ അതുപോലെ പിക്കാച്ചാം റീഡിങ് ചെയ്യുന്നതാണ് കേട്ടോ, ഫ്യൂച്ചർ സ്പൗസിനെ റിലേറ്റ് ചെയ്തിട്ട്. ഇനി അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തന്നെ അറിയിക്കാം. ഇന്ന ടോപ്പിക്കിൽ ചെയ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയിക്കാം, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ടൈം സ്റ്റാമ്പ്സിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട റീഡിങ്ങിൽ, അതായത് തിങ്കളാഴ്ച ഇട്ട റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്താ പറയുക, പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ ഇടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ വേറെ എന്താ പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ടാറോ റീഡിങ്സ് കാണുകയും അതിനോട് റിയാക്ട് ചെയ്യുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ്. അപ്പോൾ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടൊരു ജനറൽ ഐഡിയ ആണ് കേട്ടോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വേരിയസ് ആസ്പെക്റ്റുകളൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ വലിയ റീഡിങ്ങോ, അപ്പോൾ നിങ്ങൾക്ക് കാണാനും ചിലപ്പോൾ ബോറടിക്കും. പിന്നെ അങ്ങനെ വലിയ റീഡിങ് എടുക്കുമ്പോൾ അതിന് ഒരുപാട് എനർജി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും വലിയ റീഡിങ്ങുകൾ എടുക്കാറില്ല. ഓക്കെ, പരമാവധി അത് ഒഴിവാക്കാറാണ് പതിവ്. പിന്നെ മെസ്സേജ് കിട്ടുന്ന പോലെയാണ്. ചിലപ്പോൾ കൂടുതൽ മെസ്സേജസ് കിട്ടുമ്പോൾ നമ്മളത് എന്തായാലും കൺവേ ചെയ്യണം, നിങ്ങൾ അറിയിക്കണമല്ലോ. അപ്പോൾ അത് അറിയിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് നേരം വൈകും. പിന്നെ അന്നത്തെ ദിവസം വേറൊരു റീഡിങ് ചെയ്യാൻ പറ്റില്ല, അത്രയും നമ്മൾ ടയേർഡാവും. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസ്. ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് മാക്സിമം ഡീറ്റെയിൽസ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ചിലപ്പോൾ ഒരു ഓൺലൈനിൽ നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കാം എന്നൊരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾ കണക്റ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. ക്ലാരിഫൈ ദ പ്രിൻസസ് ഓഫ് സോർഡ്സ്. ഈ വ്യക്തി ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്. അവരുടെ സൈക്കിക് എബിലിറ്റി, അവർക്ക് അങ്ങനത്തെ സൈക്കിക് എബിലിറ്റി, ഇൻറ്റ്യൂഷനൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അത് എന്താ പറയണ്ടേ, അവരുടെ ആ ഒരു
പവർ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അവരുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പിരിച്വൽ ആണ്. അവർ ആ ഒരു സൈക്കിക് എബിലിറ്റി വളരെ സ്ട്രോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന വേറൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ ഓൺലൈനിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചൊരു അപ്ഡേറ്റ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലാവണേ. ഇതിൽ ഈ ഗ്രൂപ്പിലുള്ള ചിലർക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ഇന്ന ആളാണെന്നുള്ളത്. ഓക്കെ, ആ വ്യക്തി തന്നെയാണ്. വളരെ ഒരു ഫെമിനിൻ എനർജിയാണ് എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിന്ന് കിട്ടുന്നത്. വളരെ കെയറിങ് ആണ്, സ്നേഹം, വളരെ കരുതൽ, നമ്മുടെ അമ്മമാരുടെ ഒക്കെ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൽ നിന്ന് കിട്ടുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ക്ലാരിഫൈ ദ 10 of Swords. ആരാണ് ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസ്? ഓക്കെ, ഇവർ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഓൾറെഡി ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നിങ്ങളാണ് അവരുടെ ജീവിത പങ്കാളി എന്ന്. പക്ഷേ ഇവരത് ഒരുപാട് എതിർത്തിട്ടുണ്ട്. കാരണം അവർ ആ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാതെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയില്ലേ. കാരണം അവരൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളാണ് അവരുടെ ഫ്യൂച്ചർ സ്പൗസ്. അല്ലെങ്കിൽ അവരൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ, അതായത് നിങ്ങളെ ഈ ഒരു രീതിയിൽ കണ്ടുമുട്ടിയ സാഹചര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും അവർക്കത് എന്താ പറയേണ്ടത്, നിങ്ങളാണ് അവരുടെ ഫ്യൂച്ചർ സ്പൗസ് എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് എന്താ പറയുക, ചിലപ്പോൾ നിങ്ങളായിട്ടൊരു മനഃപൂർവ്വം ഒരു അകൽച്ച വെക്കുക. ഓക്കെ, ഇവിടെ ഞാനൊരു റിലേഷൻഷിപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് മുൻ കാമുകനോ കാമുകയോ എന്നല്ല ഞാൻ ഈ പറയുന്നത്. ഈ വ്യക്തിക്ക് ഓൾറെഡി ഒരു എന്താ പറയേണ്ട ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. ഞാൻ പറഞ്ഞില്ല, അവർ വളരെ ഇൻറ്റ്യൂട്ടീവാണ്. അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ, ഗ്രൂപ്പ് 2-നെ ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ആ ഒരു മെസ്സേജ് കിട്ടുകയും അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കണ്ടുമുട്ടും എന്നവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടൊരു അകൽച്ച വെക്കാനോ ഒക്കെ ഒരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. പിന്നെ ഇവർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തോറ്റു കൊടുക്കാത്ത ഒരു വ്യക്തിയാണ്. എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ നേരിടുന്ന, ആരൊക്കെ അവരെ എതിർത്ത് നിന്നാലും അവരതിനൊക്കെ നേരിട്ട് അതിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് എന്താ പറയുക, വേദന ഉണ്ടാക്കുന്ന വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയത്തിലൂടെയൊക്കെ അവർ കടന്നു പോന്നിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളെയൊക്കെ അവർ വളരെ ധൈര്യപൂർവ്വം എന്ത് ചെയ്തിട്ടുണ്ട്, തരണം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അവർ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തളർന്നു പോകുന്ന ഒരാളല്ല നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവർ വളരെ നല്ലൊരു മാസ്റ്റർ മാനിഫെസ്റ്ററാണ് എന്നാണ് പറയുന്നത്. എന്ത് വേണമെങ്കിലും എന്ത് അവരാഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ അത് അതേപടി അവരാഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അവരെന്താഗ്രഹിച്ചാലും അവരുടെ ജീവിതത്തിൽ നടക്കും, അങ്ങനെയാണ്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത്, അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് എപ്പോഴും ആ ഒരു ആർക്കും ദോഷം വരാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. അവരപ്പോൾ അത്രയും യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആണ്. അവരത്രയും എന്താ പറയുക, സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല ജീവിതത്തിലെ വിഷമമുണ്ടാക്കുന്ന ഘട്ടങ്ങളുണ്ടായാൽ തന്നെ അവരതിൽ നിന്ന് വേഗം മുന്നോട്ട് പോകും. അവരുടെ ഫോക്കസ് എപ്പോഴും എന്താ പറയുക, മുൻപോട്ട് എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞു പോയ അവസാനിക്കുന്ന കാര്യങ്ങളിലൊന്നും അവർ പിന്നെ ഒരുപാട് എഫേർട്ട് എടുക്കില്ല. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിലെ ഏത് സാഹചര്യം, എന്ത് വിഷമമുള്ള സംഭവം ഉണ്ടായാൽ പോലും ശരിയാണ്, അതിൽ സങ്കടം ഉണ്ടായിരിക്കും. പക്ഷെ അവർ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത് അവരുടെ ചോയ്സാണ്, അവരായിട്ടാണ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളെക്കാൾ അവർ ഓർത്തു വയ്ക്കുക അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്, വിജയങ്ങളെ കുറിച്ചിട്ടാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവരെപ്പോഴും അവരുടെ ലൈഫിൽ കീപ്പ് ചെയ്യുന്നത്. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളാണ്. അവരെപ്പോൾ ചിന്തിക്കുമ്പോഴും ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് അവർക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. അവരിപ്പോൾ കുറേ നാൾ അവരൊരു സോളിറ്റ്യൂഡ് എനർജിയിലായിരുന്നു. അതായത് അവർ മാത്രം, വേറെ റിലേഷൻഷിപ്പൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു ഐസൊലേറ്റഡ് എനർജി, അതായത് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരുമായിട്ട് അധികം ഇടപഴകാതെ അവരിലെ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ഒരു സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ നിന്ന് അവർ പുറത്തു വരുന്ന സമയമാണ് റൈറ്റ് നൗ.
ഇപ്പോൾ അവർ അതിൽ നിന്ന് പുറത്ത് വരികയാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ എന്ത് ചെയ്യണം, ആ ഒരു സോളിറ്റ്യൂഡ്, ആ ഒരു ഏകാന്ത ജീവിതത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. അവർ എന്താ പറയുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ക്ലാരിഫൈ ദ ഏസ് ഓഫ് കോയിൻസ്. അവരിപ്പോൾ അവരുടെ ലൈഫിൽ കൂടുതൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ അവരൊരു പുതിയ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ അവരെപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാത്ത ഒരു തരത്തിലുള്ള ബന്ധവും അവരെന്ത് ചെയ്യുന്നില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ അവർ ഡിവൈൻ ടൈമിങ്ങിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, എന്ത് കാര്യം നടക്കണേനും അതിൻ്റേതായ ശരിയായ സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സമയത്തിനായിട്ട് അവർ കാത്തിരിക്കാൻ അവർക്ക് വിഷമമില്ല. അവരെന്താഗ്രഹിച്ചാലും അതൊരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല, അവരുടെ ഉള്ളിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള പാറ്റേൺസ്, അതുപോലെ തന്നെ മൈൻഡ് സെറ്റ്, പിന്നെ ജീവിത രീതികൾ ഒക്കെ കുറച്ച് ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള ജീവിത രീതികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതായത് ആ ഒരു ഹീലിംഗ് നടന്നു കഴിഞ്ഞു അവിടെ. ഓക്കെ, ക്ലാരിഫൈ ദ ഡെവിൾ. അതിൽ നിന്ന് കണ്ടോ പുറത്ത് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ തന്നെയാണ് അവിടെ എഫേർട്ട് എടുക്കുന്നത്. ആ ഒരു എന്തെങ്കിലും ഒരു പാറ്റേൺ, അവരുടെ ഒരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതിയോ കാണുമ്പോൾ അവർക്ക് തോന്നണ ഇത് നല്ലതല്ല, ഇതെൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ലതായിരിക്കില്ല, ഇതെനിക്ക് നല്ലതായിരിക്കില്ല എന്ന് മനസ്സിലാക്കി അവർ സ്വയം തീരുമാനിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവരൊരുപാട് സ്ട്രഗിൾസ് ഈ അടുത്ത് അനുഭവിച്ചിട്ട് ഇപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് പുറത്ത് വരുന്നതോട് കൂടെ തന്നെ ഈ ഒരു നെഗറ്റീവ് ലോ വൈബ്രേഷണൽ എനർജീസിൽ നിന്നും അവരെന്ത് ചെയ്യുകയാണ്, പൂർണ്ണമായിട്ട് മുക്തി നേടി അവർ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഏകാന്ത ജീവിതം ഇത്ര നാളുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരണം. അത് കൂടാതെ മാത്രമല്ല, അപ്പോൾ അവർക്ക് ആ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് കുറേ എന്താ പറയേണ്ട നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ജീവിത രീതികൾ അവരിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയും പുറത്ത് വരണം. വളരെ കോൺഷ്യസ് ആണ് അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവരുടെ ബിഹേവിയർ, അവർ പെരുമാറുന്ന രീതി, അതൊക്കെ അവർ കൃത്യമായി ഒബ്സർവ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓക്കെ, ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ വളരെ അവർ ഫോക്കസ് ചെയ്ത് അത് കൃത്യമായി മനസ്സിലാക്കി. അതാണ് ഞാൻ പറയുന്നത്, അവർ വളരെയധികം ആത്മീയ തലത്തിൽ വളരെ ഉയർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്കത് കൃത്യമായി മനസ്സിലാക്കുകയും അവർ അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സോളിറ്റ്യൂഡ് എനർജി എന്ന് പറഞ്ഞാൽ അവർ ആ ലൈഫ് ചൂസ് ചെയ്തതാണ്. വേറെ ആരെയും ഉൾപ്പെടുത്താതെ, ലൈഫിലേക്ക് കൊണ്ടുവരാതെ, വേറെ ഡിസ്ട്രാക്ഷനുകളിലേക്കൊന്നും പോവാതെ ഈ ഒരു അവരുടെ ആ ഒരു ഹീലിംഗ് ഉണ്ടല്ലോ, അതാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പ്രശ്നങ്ങളെ നേരിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാനും അതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധയായിരുന്നത് ഇത്രയും നാളും. അവരിപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു സമയമാണ്. അവർ വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വേറെ എന്താണ് ഗ്രൂപ്പ് 2 അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് അറിയേണ്ടത്? ആരാണ് ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസ്? അവർ പ്രായം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെക്കാൾ മൂത്തതാണെങ്കിൽ പോലും വളരെയധികം ഒരു ചെറുപ്പം ഉള്ള, നമ്മൾ പറയില്ലേ മനസ്സ് ചെറുപ്പമാണെന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പ് എനർജിയാണ്. അപ്പോൾ വളരെ എനർജറ്റിക് ആവാനൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് അടുപ്പമുള്ളവരുടെ കൂടെ അവർ വളരെയധികം എൻജോയ് ചെയ്ത് വളരെ ജോളി അടിച്ച് നടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജി, ഭയങ്കര ജോയ്ഫുള്ളായിട്ട് നടക്കുക. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട്, പക്ഷേ അവർക്ക് അടുപ്പമുള്ളവരുടെ കൂടെ ഓക്കെ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ പറയണ്ടേ, ആ ഒരു ചെറുപ്പം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതായത് അവർ മനസ്സിനാണ് കൂടുതൽ ഒരു ചെറുപ്പം നിലനിർത്താൻ ശ്രമിക്കുന്നത്, ശരീരത്തിനേക്കാളും അവർ ആ മനസ്സിനെ ആ ചെറുപ്പം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് അധ്വാനിക്കുന്ന ഒരാളാണ്. ഓക്കെ, ജോലി അല്ലെങ്കിൽ പ്രൊഫഷനെ സംബന്ധിച്ച് നന്നായിട്ട് കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന, അതിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതേസമയം ജോലി മാത്രമല്ല, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ ഇടയ്ക്ക് സന്തോഷവും വേണം, ഇടയ്ക്ക് കുറച്ച് കളിയും ചിരിയൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഇവർ ചിലപ്പോൾ
ചിലപ്പോൾ വേറെ ഒരു രാജ്യത്ത് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക അതേ കൾച്ചറിൽ തന്നെ ഉള്ള ആളായിരിക്കാം, പക്ഷെ താമസിക്കുന്നത് വേറെ രാജ്യത്തായിരിക്കാം. അല്ലെങ്കിൽ അവർ എന്താ പറയണ്ടേ വേറെ ഒരു രാജ്യത്തു നിന്ന് വേറെ കൾച്ചറിൽ നിന്ന് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതിപ്പോൾ രാജ്യം തന്നെ ആവണമെന്നില്ല, വേറെ സംസ്ഥാനമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ നമ്മുടെ തന്നെ ഒരേ ജില്ലയാണെങ്കിൽ തന്നെ വേറെ അതിൻ്റെ വേറെ അറ്റത്തു നിന്നായിരിക്കാം. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തേക്ക് പോകുന്തോറും സംസ്കാരത്തിലും രീതികളിലുമൊക്കെ വളരെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ആ ഒരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു അപ്പോൾ നിങ്ങളുടെ തമ്മിലിപ്പോൾ ഫിസിക്കലി ഒരു ദൂരം ഉണ്ട്. ക്ലാരിഫൈ ദ ത്രീ ഓഫ് സോർഡ്സ്. പക്ഷേ ഈ ദൂരം പെട്ടെന്നായിരിക്കാം അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് വെച്ചിട്ട് ഓക്കെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, പെട്ടെന്നാവും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഇവർക്ക് വളരെ സ്ട്രോങ് ബൗണ്ടറി ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഫ്രണ്ട്ലി ആണെങ്കിൽ കൂടെ എല്ലാവരും പെട്ടെന്നൊന്നും ജീവിതത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. കൃത്യമായ ബൗണ്ടറി ഉണ്ട്. അത് വളരെ റെസ്പെക്ട്ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഫ്രണ്ട്ലി എനർജിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ ആവും ഇവരെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള ഒരാളായിരിക്കാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ട് എവിടെയോ. അപ്പോൾ ഇവർ മിക്കതും ഒരു ഓൺലൈനിൽ കൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ കാണുന്നത്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ വൈകാതെ തന്നെ നിങ്ങൾക്കൊരു ചേഞ്ചും നിങ്ങൾ എന്താ പറയുക കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ നിങ്ങളെ എന്താ പറയുക അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ട്, അറിയുന്നതാണ്. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഞാൻ കാണുന്നില്ല, ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാണുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്നാവും മാറ്റം വരിക. ഇവരാണ് എന്തായാലും ഇവരെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ മെസ്കുലിൻ തന്നെയാണ്. നമുക്ക് എംപ്രസ് കാർഡ് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എംപററാണ് കിട്ടിയത്. നിങ്ങളുടെ ഡിവൈൻ മെസ്കുലിൻ തന്നെയാണ് ഈ വ്യക്തി, ഒരു സംശയമില്ല. നിങ്ങളുടെ എംപററാണ് ഈ വ്യക്തി. എന്താ പറയുക, ഒരു കോൺഫിഡൻസോടു കൂടെ അവർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഫെമിനിൻ എനർജി ഉണ്ട്. ആ ഒരു വളരെ എന്താ പറയുക ഒരമ്മയുടേതുപോലുള്ള സ്നേഹവും കരുതലും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഒരു ലാക്ക് ഓഫ് കോണ്ടാക്റ്റ്, അധികം കോണ്ടാക്ട്സ് ഒന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ലി എനർജിയാണ് കാണുന്നത്. പക്ഷേ അവർ നിങ്ങളെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്നല്ല, ഈ അടുത്തുണ്ടാവുന്നല്ല, പക്ഷെ അവർ ഒരു സുപ്രഭാതത്തിലായിരിക്കും അവർ നിങ്ങളെ ഈ പറഞ്ഞ പോലെ ഓൺലൈനിലൂടെ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യും. ഇതൊക്കെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ആ ആ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് പിന്നെ പെട്ടെന്ന് നിന്ന് പോകാനല്ല, പിന്നെ അവിടെ നിന്ന് അതങ്ങോട്ട് എന്താ പറയുക ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാഗ്നൻസി ഇപ്പം നിങ്ങളുടെ ഇടയിൽ ആ ഒരു പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല എന്നൊരു ആ എനർജിയിൽ നിന്ന് ഒരു മാറ്റം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതൊരു ലോങ് ടേം കണക്ഷനാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും തമ്മിലുള്ള പറഞ്ഞാൽ വളരെ ലോങ് ടേം ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. നിങ്ങൾ ശരിക്കും എന്താ പറയുക ഒരു പവർ കപ്പിൾസ് എന്നൊക്കെ പറയില്ലേ, അതായത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പങ്കാളികളാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് എന്ത് കാര്യം നേരിടുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു കാര്യം ഡീൽ ചെയ്യുമ്പോഴും അത് സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും, വളരെ സക്സസ്ഫുൾ ആയിരിക്കും.
അതുമാത്രമല്ല, നിങ്ങൾ ഒരുമിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം ഉണ്ടാവുക, ഐശ്വര്യങ്ങൾ ഉണ്ടാവുക, അതും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരൊരു പുതിയ തുടക്കത്തിനാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അവർ കുറച്ചധികം നാൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ഹാർഡ് വർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് വേണ്ട ഈ ബന്ധം ശരിയാവില്ല എന്ന് വിചാരിച്ച് അവരത് ഉപേക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരെന്ത് ചെയ്തിട്ടില്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടില്ല. അവർ വർക്ക് ചെയ്തു. അവർക്ക് അവരുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ അവർ ഒരുപാട് ഹീലിംഗ് ഒക്കെ ചെയ്യണമായിരുന്നു. ആ ഹീലിംഗ് ഒക്കെ ചെയ്ത് അവരിപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ കഴിഞ്ഞ് അവർ ആ ഒരു കോൺഫിഡൻറ്റോടുകൂടെ മുന്നോട്ട് വരാനുള്ള അവരവരുടെ ആ ഒരു എംപറർ എനർജിയിലേക്ക്, അല്ലെങ്കിൽ അവർ ആ മെസ്ക്ലിൻ എനർജിയിലേക്ക് അവർ ആ ഒരു എനർജി അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു ഒത്തൻറ്റിക് ഫോം അവരെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അവർ കംപ്ലീറ്റ്ലി ആ രീതിയിൽ തന്നെ ആയിരിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. വളരെയധികം സ്നേഹം നിറഞ്ഞ ഒരു ബന്ധമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു ബന്ധം നിങ്ങൾ ആസ്വദിക്കും. ഓക്കെ, അവരെ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ റൊമാൻറ്റിക് ആണ്. അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് ജസ്റ്റേഴ്സൊക്കെ അവരുണ്ടാവും. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹമൊക്കെ അവർ വളരെയധികം എന്ത് ചെയ്യും, വളരെ ഓപ്പണായിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുക. അതങ്ങനെ മൂടി വെച്ച് മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാത്ത അങ്ങനത്തെ ക്യാരക്ടറല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഈ ബന്ധത്തിൽ ഇപ്പോഴുള്ള ഒരു സ്ലോ മൂവിങ് എനർജി, അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല, ഒരു അകൽച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ഒരു സ്ലോ മൂവിങ് എനർജി വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പെട്ടെന്നാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു യാത്ര കാണുന്നുണ്ട് കേട്ടോ, അത് വളരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഓവർസീസ് ട്രാവൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ നാട്ടിലേക്ക്, അവരെവിടെയാണോ അവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാവും. എന്താണെങ്കിലും ഒരു യാത്ര, ട്രാവൽ റീലൊക്കേഷൻ ഒക്കെ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അവർക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം അവർ നിങ്ങളിൽ അട്രാക്റ്റഡുമായിരിക്കും. ഓക്കെ, ആ ഒരു പാഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് എന്താ പറയണ്ടേ, ആകർഷണമുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെയായിരിക്കും. ഓക്കെ, എന്നാൽ അത് വെറും ഒരു ആകർഷണം മാത്രമല്ല, അതിനപ്പുറം നല്ലൊരു ആഴത്തിലുള്ളൊരു സ്നേഹവും ഉണ്ട് പരസ്പരം. അങ്ങനത്തെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് യാത്രകൾ എന്തായാലും ഇഷ്ടമാണ്. അവർ ചിലപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. വേറൊരു രാജ്യത്താവാനുള്ള സാധ്യത, നിങ്ങൾ എവിടെയാണോ അവിടെ ആ ഒരു രാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങളും അവരും രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഇവർ നിങ്ങളെ വീണ്ടും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് നിങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുക. പെട്ടെന്നാണ് ഈ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അതും കാണുന്നുണ്ട്. ആ ഒരു തുടങ്ങാൻ ഉള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ തിരിച്ചു വരാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. ആ സമയം എടുത്ത് പക്ഷേ അവർ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ കോണ്ടാക്റ്റ് വെച്ച് പിന്നെ വീണ്ടും നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഈ റിലേഷൻഷിപ്പ് വളരെ പെട്ടെന്നാണ് പുരോഗമിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്താ പറയുക, നിങ്ങൾക്കുള്ള ക്ലൂസ് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഗ്രൂപ്പ് 2-ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ക്ലൂസ്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും വേദനിപ്പിക്കുന്നു എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ദേഷ്യവും ആ ഒരു പരിഭവമൊക്കെ കാണിക്കുന്നത് അവരായിരിക്കും. ഓക്കെ, അത്രയും പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. നിങ്ങളെ ആരും വേദനിപ്പിക്കുന്നതോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നതൊന്നും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ അത്രയും പ്രൊട്ടക്റ്റീവായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ആയിരിക്കുക.
അപ്പോൾ ഞാൻ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആഴ്ചകൾ കിട്ടിയിട്ടുള്ളത് ട്യൂസ്ഡേയും സൺഡേ, അത് ഞായറാഴ്ചയും ചൊവ്വാഴ്ച കിട്ടിയിട്ടുണ്ട്. ഇതും സൺഡേ തന്നെയാണ് കേട്ടോ. അപ്പോൾ സൺഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ജനിച്ച ആഴ്ച. ക്യാൻസറാണ് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള സോഡിയാക് സൈൻ. അപ്പോൾ അവർക്കൊരു ക്യാൻസർ പ്ലേസ്മെൻറ്റ് അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടായിരിക്കും. പിന്നെ 3 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മാസത്തിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. പിന്നെ കിട്ടിയിട്ടുള്ളത് സ്പ്രിംഗ് സീസണാണ്, വസന്തകാലം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലം വസന്തകാലം ആയിരിക്കും. ഇനി 3 ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്, TSP. ഓക്കെ, അവരുടെ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അതുപോലെ തന്നെ അവരുടെ എന്താ പറയണ്ടേ മിഡിൽ നെയിം ഇനീഷ്യലൊക്കെ ആയിരിക്കാം. അതുപോലെ അവരുടെ എന്താ പറയണേ പറഞ്ഞ പോലെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, ഇതിലേതെങ്കിലും 1 അല്ലെങ്കിൽ 3 ഉണ്ടായിരിക്കാം. ടേക്ക് ഇറ്റ് ആസ് എ റെസ്റ്റിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കാണുന്നത്. അതായത് നിങ്ങളുടെ എനർജിയിലുണ്ട് ഈ കക്ഷി. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ആക്റ്റീവ്ലി അവരായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാം ഇയാളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനിലൊക്കെ കണക്റ്റഡ് ആണ്, നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കണക്റ്റഡ് ആണ് എന്നും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്, തീയതികൾ 18, 21, 23, പിന്നെ 24, 30. ഓക്കെ, ഇതിലേതെങ്കിലുമൊക്കെ ആവും അവരുടെ ജനന തീയതികൾ. അപ്പോൾ ഇത്രയും ക്ലൂസാണ് എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് കിട്ടിയത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നിങ്ങൾക്കത് ഉപകാരപ്പെടും, ആരാളെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലെ ഇനിയും ഞാൻ ഫ്യൂച്ചർ സ്പൗസിന് റീഡിങ്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലൂസ് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കുറച്ച് ആൽഫബറ്റ്സ് കിട്ടും, കോമൺ ആയിട്ട് ചില ഡേറ്റ്, കോമൺ ആയിട്ട് ചില മാസം, അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ അത് നിങ്ങൾക്കുള്ളതാണ്. റിപ്പീറ്റ് ചെയ്ത് ഒരേ മാസങ്ങൾ വരിക, അല്ലെങ്കിൽ ഒരേ തീയതി വരിക, ഒരേ ഇനീഷ്യൽസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഉള്ള ക്ലൂസ്, നമുക്ക് പേഴ്സണലി ഉള്ള ക്ലൂസൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടുള്ള റീഡിങ്. ഒരു ജനറൽ ഐഡിയ ആണ് ഞാൻ ഇതിലൂടെ തരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റീഡിങ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇനിയും എന്നിൽ നിന്ന് ഇതുപോലെ ടാരോ റീഡിങ്സ് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് താഴെയായിട്ട് നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, അല്ലെങ്കിൽ വാട്സപ്പ്. ഓക്കെ, കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു, എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൽ ഞാനുമായിട്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് അതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ അത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അത് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത, ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് കാണുകയും ഇൻറ്ററാക്ട് ചെയ്യുകയും ഫീഡ്ബാക്ക് തരുകയും ചെയ്യുന്ന, അപ്പോൾ തന്നെ പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാവും, മുന്നോട്ട് പോകും തോറും ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങൾക്കായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ചാമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണ്. ഓക്കെ, ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ ആണ് ഞാൻ ഈ റീഡിങ്ങിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ ഓരോ പ്രത്യേക ഏരിയാസ്, അതായത് നിങ്ങളെ എപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സാഹചര്യം, പിന്നെ അവരുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വഴിയെ ഒരു വീഡിയോസായിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോണ ആളെ കുറിച്ചിട്ട്. നമുക്ക് നോക്കാം ആരാണ് ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസ്. ആരാണ് ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസ്? ആരാണ് ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസ്?
ക്ലാരിഫൈ 3 of Wands. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും കേട്ടോ. അവർ വളരെ സഹകരണ മനോഭാവമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ഫുള്ളി കോപ്പറേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. ഇപ്പോൾ നല്ലൊരു ടീം മെമ്പറൊക്കെ ആയിരിക്കും, നല്ലൊരു പാർട്ട്ണർഷിപ്പ്, അത് ഏത് തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും വളരെ ഗുഡ് പാർട്ട്ണർഷിപ്പാണ് ഇവരുടെ ഇത്. ഓക്കെ, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ കുറച്ച് സീരിയസ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ അവർ വളരെ ധൈര്യമുള്ളൊരു വ്യക്തിയായിരിക്കും, വളരെ ബുദ്ധിയുള്ള ഒരാളായിരിക്കും, വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഏതൊരു കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരൊട്ടും ബയാസ്ഡ് ആയിരിക്കില്ല. അതായത് ആരോടും ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ എന്ന് വെച്ചിട്ടല്ല അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളൊന്നും. അതൊക്കെ എടുക്കുമ്പോൾ അവർ വളരെ ആരോടും പ്രത്യേക ഒരു മമതയൊന്നും ഇല്ലാതെ ആ കാര്യം അല്ലെങ്കിൽ ആ സാഹചര്യം എന്താണോ അതിന് കൃത്യമായി അതിനെ മനസ്സിലാക്കി എടുത്തിട്ടാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ ആ സാഹചര്യത്തിന് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് അവരവിടെ അഭിപ്രായം പറയുന്നത്. അതിലിപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ആൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരെല്ലാവരെയും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, ഒരുപാട് ഫ്രണ്ട്സൊന്നും ഉണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തിക്ക്. കാരണം അവരങ്ങനെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കൃത്യമായിട്ട് ബൗണ്ടറി ഉണ്ട് അവർക്ക്. ഓക്കെ, ആരെയും ജീവിതത്തിലേക്ക് ഒരുപാട് അടുപ്പിക്കാത്ത ഒരാളാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം അവർ വളരെ റൂഡായിട്ടുള്ള വളരെ സ്വാർത്ഥരായ അങ്ങനത്തെ ആളല്ല. അവരുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് ദോഷമാവാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ഓൾറെഡി ഒരു മുൻകരുതൽ പോലെ എന്ത് ചെയ്യുന്നില്ല, എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് അവർ സ്വീകരിക്കുന്നില്ല. അവർ വളരെയധികം ഒരു ബൗണ്ടറി ഒക്കെ വെച്ച് അവർക്ക് അത്രയും ഉറപ്പുണ്ടാകുമ്പോൾ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ആ വ്യക്തിനെ അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്തായിട്ടൊക്കെ അവർ കണക്കാക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, ചിലരൊക്കെ വളരെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ കാണുന്നു, സംസാരിക്കുന്നു, ഫ്രണ്ട്സ്. ഇവരങ്ങനെയൊന്നും ആയിരിക്കില്ല. ആദ്യം ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും, പിന്നെ സംസാരിച്ചാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അതായത് ക്വാളിഫിക്കേഷൻസ് ഒരുപാടുള്ളൊരു വ്യക്തിയായിരിക്കും. പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള, അതായത് ഇനിയും ഹയർ സ്റ്റഡീസ് പറ്റുന്നതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ കാണുന്നു. പിന്നെ മറ്റുള്ളവരോടൊക്കെ പെരുമാറുമ്പോൾ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു തോട്ട്ഫുൾ ആണ്. മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് വളരെ ഇൻ്റലിജൻ്റ് ആണ് കേട്ടോ, വളരെയധികം ബുദ്ധിശക്തിയുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അവർ എന്താ പറയുക, ഫൈനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് നല്ല ഒരു ജോലിയും അത് മാത്രമല്ല നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുണ്ട്. അവർ വളരെയധികം ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് ചിലപ്പോൾ ഒരു വളർത്തു മൃഗമൊക്കെ ഉണ്ടാവാം, കാരണം അവർക്ക് മൃഗങ്ങളോട് വളരെ സ്നേഹമാണ്. ഓക്കെ, മനുഷ്യരെയാണ് അവർ കുറച്ച് അകറ്റി നിർത്തിയിട്ടുള്ളത്. മൃഗങ്ങളോട് അവർക്ക് വളരെയധികം സ്നേഹമുള്ള ഒരാളാണ്. ഒരു ലീഡർ, അവരുടെ ജോലി സ്ഥലത്ത് അവർ ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലായിരിക്കും, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അവർക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നാച്ചുറലി ഉള്ളതാണ്. ഓക്കെ, അവർ ഒരു നാച്ചുറലി തന്നെ വളരെ നല്ല ഒരു ലീഡറാണ് ആര്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ജോലിയിൽ അവർ കുറച്ച് പോപ്പുലറാണ്. അവർ കരിയർ വൈസ് അവർ കുറച്ച് പോപ്പുലറാണെന്നാണ് എനിക്ക് കാണുന്നത്. അവരത്രയും നല്ല ഒരു എന്താ പറയണ്ടേ, എംപ്ലോയി ആയതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും നല്ലൊരു ലീഡറൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിലും അവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവർ ആ ബിസിനസ്സിലൂടെ അവർ കുറച്ച് പോപ്പുലറുമാണ്. നിങ്ങൾക്ക് വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലാരിഫൈ ദ 4 of Wands. ഈ ഒരു വളരെയധികം വീട് അല്ലെങ്കിൽ ആ ഒരു വീട്ടുകാരുമായിട്ട് വളരെയധികം അടുത്തിരിക്കുന്ന ഒരാളൊക്കെ. ഒരു മിനിറ്റ്, ഞാൻ കാർഡുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാർഡും കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക, കുടുംബജീവിതമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരായിട്ട് ഒരു വളരെയധികം അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ എന്താ പറയണ്ടേ, അവരെ ഈ
സ്ട്രേഞ്ചേഴ്സിനെ അധികം എൻ്റർടൈൻ ചെയ്യില്ല. പക്ഷേ അതേസമയം ഒരു ഫാമിലി ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹ ജീവിതത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട്, അവർക്കായിട്ടൊരു വ്യക്തി ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ ഡിവൈൻ യൂണിയനാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നടക്കാൻ പോകുന്നത്. വളരെ ധൈര്യമുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. അവർ പറയുന്ന കാര്യങ്ങളിലൂടെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ശരിക്കും ഒരു ഗുഡ് ഇൻഫ്ലുവൻസറാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അവർ വളരെയധികം അതായത് മനസ്സിന് ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഫിസിക്കലിയും അവർ വളരെ സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മനസ്സിന് നല്ല ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം അവരുടെ ജീവിതത്തിൽ വന്നാലും അത് ഡീൽ ചെയ്യാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസവും ധൈര്യമുള്ള ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അതൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും, അതൊന്നും തന്നെ എനിക്ക് പ്രശ്നമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. പിന്നെ നമുക്ക് നോക്കാം, വളരെ അട്രാക്റ്റീവ് ആവും അവർ. ഓക്കെ, അതായത് അവരുടെ പേഴ്സണാലിറ്റിയാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കുക എന്നാണ് എനിക്ക് കിട്ടുന്നത്. അവരുടെ ആ ഒരു വ്യക്തിത്വം കൊണ്ട് അവരെ ആളുകളെ ആകർഷിക്കുന്ന ഒരാളാണ്. ഓക്കെ, കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ആളാണ് കേട്ടോ. അതായത് അനാവശ്യമായിട്ടുള്ള പേടി ഉണ്ട് അവർക്ക്. അതായത് ചിലപ്പോൾ അവർക്ക് മുന്നേ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരാരെങ്കിലും വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആളുകളെ വിശ്വസിക്കാൻ പേടിയാണ്, പെട്ടെന്ന് വിശ്വസിക്കില്ല. അതുപോലെ തന്നെ ഒരാൾ ഇപ്പോൾ വളരെ സ്നേഹത്തിൽ അവരോട് പെരുമാറിയ പോലും, അതായത് പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സ് അവരോട് പെട്ടെന്ന് വളരെ സ്നേഹത്തിലൊക്കെ പെരുമാറി ആത്മാർത്ഥതയോടുകൂടി പെരുമാറിയാലും അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇത് ശരിക്കുള്ളതാണോ അതിനെ പറ്റിക്കാണോ, ആ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. കാരണം അവർക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, മുന്നേ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ വളരെ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അവരങ്ങനെ ആരും പെട്ടെന്ന് അടുപ്പിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, അവർക്ക് പേടിയാണ്. അതായത് ഇപ്പോൾ വളരെയധികം സ്നേഹം കാണിച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ പറ്റിച്ചാലോ, ഓക്കെ, ആ ഒരു ഭയം ഉണ്ട്. അവർക്ക് പേഴ്സണാലിറ്റി വൈസ് മാത്രമല്ല അവരെ കാണാനും നല്ല സൗന്ദര്യമുള്ള ഒരാളാണ്. വളരെ കരുതലൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ആളുകളെ മനസ്സിലാക്കി പെരുമാറുന്ന വളരെ സഹായ മനസ്സുള്ള ആളൊക്കെ തന്നെയാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് കിട്ടുന്ന ഒരു സ്ട്രോങ് മെസ്സേജാണ് ഈ വ്യക്തി മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അവർ മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കണം. അവരൊരു സിംഗിൾ പാരൻ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഇതിൽ ബ്രോക്കൺ മാരേജ് എന്നുണ്ട്, ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൽ സിംഗിൾ പാരൻ്റ് എന്നുണ്ട്. അപ്പോൾ അവർ ഒരു ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള അതിലൊരു കുട്ടിയുള്ള ആളാവാനുള്ള സാധ്യതയുണ്ട്. അവർക്കത് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ മുന്നത്തെ വിവാഹത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അത് അവസാനിച്ചത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊരുപാട് സമയമെടുത്തിട്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നെന്ന് ചോദിച്ചാൽ ഇല്ല. അത് ചിലപ്പോൾ ഈ ട്രസ്റ്റ് ഇഷ്യൂ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ഓക്കെ, ആ ഒരു അനുഭവിച്ച വഞ്ചനയുടെയോ ചതിയുടെയോ ആ ഒരു ഭയമാണ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് വൈസിൽ ഒരാളെ കൊണ്ടുവന്നാൽ, ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ അവർ എന്താ പറയുക, എന്നോട് ആ ഒരു ശരിക്കും കാണിക്കുന്ന സ്നേഹം ശരിക്കുള്ളതാണോ, അവരിനി എന്നെ വേദനിപ്പിക്കുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ആ ഒരു വിശ്വാസക്കുറവ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കാണുന്നത്. ആ ഒരു അത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ക്ലാരിഫൈ ദ പേസ് ഓഫ് സോർട്സ്. ഇപ്പോൾ കറണ്ട് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ഒരു 99% അവർ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാലും ആളുകൾ പെട്ടെന്നൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവർ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ആളുകളെ വിശ്വസിക്കുന്നത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, എക്സലൻറ്റ് ടൈം മാനേജ്മെൻറ്റ് ആണ്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയം എല്ലാത്തിനും ഓരോ കാര്യത്തിനും എത്രത്തോളം പ്രാധാന്യം കൊടുക്കണോ അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അപ്പം എന്താ പറയുക, ചിലർക്കുണ്ട് ഒരു സമയം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഉള്ള ആളുകളുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഒരേ സമയം വളരെ വൃത്തിയായിട്ട്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ഫ്ലെക്സിബിളാണ്.
കോപ്പറേറ്റീവ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതായത് ഏതൊരു സാഹചര്യവുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ ഇവർക്ക് സാധിക്കും. ഇവരതിനോട് ചേർന്ന് ഇപ്പം എങ്ങനെയാണോ ഒരു സിറ്റുവേഷൻ വെച്ചാൽ അതനുസരിച്ച് അവർ മുന്നോട്ട് പോകും. അവരൊരിക്കലും ഇങ്ങനെ എന്താ പറയുക, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ തന്നെ വേണം, അങ്ങനെ അഡമൻ്റായിട്ട് നിൽക്കുന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമില്ല. കുറച്ച് സീരിയസ് ആണ്, ഈ പറഞ്ഞ പോലെ കുറച്ച് സീരിയസ് ആണ്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുക എന്നുള്ളതേ അതാണ് ഉള്ളത്. അത് അവരുടെ ലൈഫിൽ നിന്ന് അവർ പഠിച്ച പാഠത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവർക്ക് അവരിലൊരു ഇന്നസെൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു സൈഡിൽ നിന്ന് അവരങ്ങനെ അധികം ആർക്കും കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. അവർക്കൊരു ഒരു ഇന്നസെൻറ്റ് സൈഡ് അവരുടെ ലൈഫിൽ അവർക്കുണ്ട്, ആ ഒരു പേഴ്സണാലിറ്റിയിലുണ്ട്. വളരെ കെയർ ഫ്രീ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ടുള്ള, നിങ്ങൾക്കത് എന്തായാലും കാണാൻ സാധിക്കും ആ ഒരു വശം. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യം കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് അധികം സംസാരിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ആദ്യം കാണുന്നെങ്കിൽ, നിങ്ങളുമായി അടുത്തതിന് ശേഷമാണ് അവരുടെ ഈ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ചൈൽഡ് ലൈക്ക്, ഓക്കെ, കുട്ടികളെ പോലെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണിക്കുന്ന ഒരു വശം അവർ നിങ്ങളെ കാണിക്കുക. അത് അത്രയും അടുപ്പം വരുമ്പോൾ, അത്രയും വിശ്വാസം വരുമ്പോൾ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അവരത് അവരുടെ ആ ഒരു സൈഡ് അവർ കാണിക്കുള്ളൂ. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു അവർ സ്വയം അവരുടെ ആ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സൈഡിനെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സൈഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തന്നെ എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇവരെ മുതലെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് അവരത് ആരെയും കാണിക്കാതെ ആ ഒരു സൈഡ് വളരെയധികം ഹൈഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് അത്രയും ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടൊരു സൈഡ് ഉണ്ട്, വളരെ കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു വശമുണ്ട്. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളുടെ മുന്നിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ. പിന്നെ അതുപോലെ വളരെ ഹെൽപ്ഫുള്ളാണ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതായത് എന്ത് സഹായം വേണമെങ്കിലും, ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. വളരെ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അതായത് ഒരു മര്യാദകളൊക്കെ നോക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അവർ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ തന്നെ വളരെ മര്യാദയൊക്കെ നോക്കി ആ ഒരു വരുന്ന ആൾക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അത്രയും മര്യാദകളൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. നല്ലൊരു ഹോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അവരെന്ത് പരിപാടി അവരെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അടിപൊളിയായിരിക്കും. അവരത് ഗസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക. പിന്നെ അവർക്ക് ആ ഒരു ഫ്രണ്ട്ലി എനർജി ഉണ്ട്. അതായത് അവരിപ്പോൾ ആരോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെ എന്താ പറയുക, തീരെ മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നുമല്ല. അവർ ആ ഒരു ഫ്രണ്ട്ലി എനർജിയിൽ തന്നെയാണ് സംസാരിക്കുക. പക്ഷെ അതേസമയം ഒരു സീരിയസ് ടോൺ ആയിരിക്കും. ഓക്കെ, എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാനൊക്കെ അവരുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഫ്രണ്ട്ലി എനർജി എന്ന് പറഞ്ഞാലും അവരിങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുക അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ അവർ കുറച്ച് സമയം എടുത്തിട്ടേ ചെയ്യുള്ളൂ. അവർ കുടുംബജീവിതത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അവരുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. അതുപോലെ തന്നെ പാർട്ട്ണറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലാരിഫൈഡ് 6 of Wands. അത് വളരെയധികം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. അവരുടെ ജീവിതത്തിൽ അവർ കരിയർ വൈസും ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള, അതായത് അവരുടെ കരിയർ വൈസ് അല്ലെങ്കിൽ അതെ കരിയർ തന്നെയാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ അവർ ബിസിനസ്, ഇപ്പോൾ അവർക്കൊരു ബിസിനസ് ആണെങ്കിൽ അതിലൂടെ അവർ കുറച്ച് പോപ്പുലർ ആണ് എന്നാണ് ഞാൻ കാണുന്നത്. ഒരുപാട് വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. വളരെ കോൺഫിഡൻ്റ് ഉണ്ട്, ആത്മവിശ്വാസം ഉള്ള ഒരാൾ കൂടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും പെട്ടെന്ന് ലൈഫിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഇവൻറ്റ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പോലും അതിലൊന്നും തളർന്നു പോവില്ല ഒട്ടും. അവർ മുന്നോട്ട് പോകും, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അവർക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ട്. അതായത് അതൊക്കെ തരണം ചെയ്യാൻ എനിക്ക് പറ്റും, അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ സാധിക്കും, വളരെ വിജയകരമായിട്ട് പുറത്തു വരാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുള്ള, ആത്മവിശ്വാസമുള്ള ഒരാളാണ്. വളരെയധികം സെൽഫ് ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അവർ വേറെ ആരും വേണ്ട അവർക്ക് ഇൻസ്പയർഡ് ആവാനായിട്ട്. അവർ സ്വയം ആ ഒരു ഇൻസ്പിറേഷൻ കണ്ടെത്തുന്ന ഒരാളാണ് അവരുടെ ലൈഫിൽ. നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ് ഈ വ്യക്തി. നിങ്ങളുടെ കൂടെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും. ആ ഒരു പറഞ്ഞ പോലെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി ആണ് നമുക്കിവിടെ ക്യൂൺ ഓഫ് വാൺസ് ആണ് അണ്ടർലൈങ് എനർജി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് കിങ് ഓഫ് വാൺസ് കൂടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്.
ഇപ്പം മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി അത് വിജയിച്ചില്ലെങ്കിൽ പോലും അത് വിജയിക്കാത്തതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരായിരുന്നില്ല, ആ വ്യക്തി ആയിരുന്നില്ല ഇവരുടെ ഈ ജന്മത്തിലുള്ള ജീവിത പങ്കാളി, നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊരു കാർമിക് കണക്ഷൻ ആയിരിക്കാം. ഏതെങ്കിലും മുൻ ജന്മത്തിൽ ബാക്കി നിന്ന കർമ്മത്തിൻ്റെ ഫലം ഒക്കെ ആയിരിക്കാം ആ ഒരു ബന്ധം വന്നതും പോയതും. പക്ഷെ എന്നിരുന്നാലും അവരെന്താ പറയുക, പ്രണയമില്ല അല്ലെങ്കിൽ സ്നേഹമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല. ഓക്കെ, അവർ ശരിയായ സ്നേഹം ഉണ്ട്. ഓക്കെ, ശരിയായ ആ ഒരു ശരിയായ വ്യക്തി അവരുടെ ലൈഫിലേക്ക് എന്താ പറയുക വരേണ്ട ആൾ വരുമ്പോൾ ആ സ്നേഹമൊക്കെ അനുഭവിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ്. ആ ഒരു സ്നേഹത്തിലോ അല്ലെങ്കിൽ സ്നേഹത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളല്ല നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അവർ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, മുന്നത്തെ ആ ഒരു ബന്ധം അവസാനിച്ചപ്പോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരെ എന്താ പറയുക അവർക്ക് സ്നേഹത്തിലുള്ള വിശ്വാസത്തിനെ വ്രണപ്പെടുത്തിയിട്ടില്ല. ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. തുല്യത, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തുല്യതയാണ് വേണ്ടത്. അതുപോലെ ഏതൊരു വ്യക്തിയെയും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ വളരെ ശരിയായ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. എന്ത് കാര്യത്തിലും ഒരു ന്യായം വേണം, നീതി വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആൾ. നിങ്ങളുടെ ജീവിത പങ്കാളി എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ എല്ലാവർക്കും ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ശരിയായ രീതിയിലാണ് ചെയ്യുക. ഓക്കെ, ഒരു തരത്തിലുള്ള എന്താ പറയണ്ടേ മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഈ വ്യക്തി ചെയ്യില്ല. അതും അവർക്ക് അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയറ്റാണ്. പിന്നെ അവർ ഹെൽത്ത് വൈസ് അവർ ഹെൽത്തൊക്കെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അവർ അങ്ങനെ എന്താ പറയുക ചിലപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരാളായിരിക്കാം, ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം. പിന്നെ എന്താ പറയുക അവർ വളരെ സെക്യൂറാണ് അവരിൽ തന്നെ. ഓക്കെ, പിന്നെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. ചിലപ്പോൾ കഥ, കവിത ഈ വക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. കഥയും കവിതയൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രായം കൊണ്ട് ചെറുതാവാനും സാധ്യതയുണ്ട്. ഓക്കെ, പ്രായം കൊണ്ട് ചെറുതായില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നിങ്ങളെ ഒരു കുറച്ച് ചെറുപ്പം ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. അവരുടെ ഏജ് എന്താണെങ്കിലും ആ ഏജിനനുസരിച്ച് നടക്കുന്ന ആളായിരിക്കില്ല. കുറച്ചും കൂടെ ഒരു യങ്ങർ എനർജിയാണ് അവർക്ക് കാണുന്നത്. വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ജെൻറ്റിൽ നേച്ചർ ഉണ്ട് അവർക്ക്. പ്രത്യേകിച്ച് നിങ്ങളാണ് ആ സൈഡൊക്കെ ആ ഒരു സോഫ്റ്റ് സൈഡൊക്കെ കാണുന്നത് കൂടുതലും നിങ്ങളായിരിക്കും. പിന്നെ അവർക്ക് ഈ എന്താ പറയുക അവരുടെ ജോലിയിൽ അവർ ചെയ്യുന്നത് എന്താണോ ആ ഒരു കാര്യത്തിൽ അവരൊരു എക്സ്പേർട്ടായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. അവരിങ്ങനെ എന്താ പറയുക ശരി അവർ എക്സ്പേർട്ടാണ്, അവരൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സുകളൊക്കെ അതെന്താണോ അതൊക്കെ നോക്കി കൃത്യമായി മനസ്സിലാക്കി വേണ്ട ട്രെയിനിങ്ങുകളൊക്കെ കൃത്യസമയത്ത് എടുത്ത് അത് അവർ തന്നെ സ്വയം ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ജോലിയെ സംബന്ധിച്ച്. ഞാൻ എന്താ പറഞ്ഞത് അവർക്ക് വേറൊരാൾ ഇൻസ്പയർ ചെയ്യേണ്ട ഒരാൾ പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ സ്വയം ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെന്താണോ ജോലി ചെയ്യുന്നത് അതിലവർ വളരെ പാഷനേറ്റ് ആണ്. അവർക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിൽ എങ്ങനെയൊക്കെ ഉയർന്നു വരണം, അതിലെന്തൊക്കെ അവർ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി കൃത്യമായി അപ്ഡേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ചിലപ്പോൾ ട്രേഡിംഗ് ഒക്കെ ഫിനാൻഷ്യൽ ട്രേഡിംഗ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ട്രേഡ് മാർക്കറ്റ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വളരെ ടാലൻ്റ് ഉള്ള ഒരാളായിരിക്കാം. കൃത്യമായിട്ട് ആ സ്റ്റോക്സ് വിൽക്കാനും അതിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഒക്കെ അറിയുന്ന ഒരാളായിരിക്കും. അതൊക്കെ സ്വയം പഠിച്ചിട്ടുള്ളതാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള നോളജൊക്കെ സ്വയം കണ്ടെത്തി പഠിച്ച് ആൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ അതിൽ വളരെ എക്സ്പേർട്ടായിട്ട് ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. ഇനി എന്തെങ്കിലും ഗ്രൂപ്പ് 3 അറിയേണ്ടതുണ്ടോ? താങ്ക്സ്. ഓക്കെ, ഓക്കെ, അവർ ഞാൻ പറഞ്ഞല്ലോ വളരെ പാഷനേറ്റ് ആണെന്ന് പറഞ്ഞു. അവരെന്താണോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അവർ ലൈഫിൽ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ കരിയർ വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഹോബിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക ജനറസ് ആണ്. ഇപ്പോൾ ചിലർ സഹായിക്കാനുള്ള ഒരു മനസ്സിലൊന്നുമില്ല. ചില സമയത്ത് അത് ഒരു എക്സ്ട്രീം വിട്ട് ഒരു എങ്കിൽ ലിമിറ്റ് വിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വിശാലമായ ഒരു ഒരു സഹായ മനസ്കതയാണ് കാണുന്നത്. അപ്പോൾ വല്ലാതെ ചില സമയത്ത് ഓവറായിട്ട് അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഓവറായിട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് പ്രത്യേകിച്ചും അവർക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടല്ലോ, അവർക്ക് അത്രയും അടുപ്പുള്ളവരോട് മാത്രമാണ് അവർ ഈ ഒരു ഇങ്ങനെയൊക്കെ കാണിക്കുക. സഹായം ചോദിച്ചാൽ അങ്ങനെ
അവർ അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് സഹായം ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അവർ നന്നായിട്ട് പൈസയൊക്കെ സേവ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റ്, കൃത്യമായി സേവിങ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു കുറച്ച് പൊസസീവ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് എന്താ, പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച്, അതായത് അവരെ പാർട്ട്ണർ, പിന്നെ അവരുടെ ഫാമിലി, ആ ഒരു എനർജിയിൽ അവർ കുറച്ച് പൊസസീവ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ ഒരു പരിധി വിട്ട് കടന്നു വരുന്നത്, ഓക്കെ, എസ്പെഷ്യലി ഫ്രണ്ട്സ് ഒക്കെ ഒരു പരിധി വിട്ട് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഇൻവോൾവ് ആവുന്നതൊന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ അവർ കൃത്യമായിട്ടൊരു ബൗണ്ടറി വെക്കുന്ന ആളാണ്. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ പാർട്ട്ണറിൽ നിന്നും അങ്ങനെ ഒരു ബൗണ്ടറി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാമിലിയുടെ ഇടയിലേക്ക് ഒരു മൂന്നാമതൊരാൾ ഒരു പരിധി വിട്ട് കടന്നു വരാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന പോലെ അവർ പാർട്ട്ണർ ശ്രമിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. പിന്നെ മാത്രമല്ല അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന ആളല്ല. ഓക്കെ, എനിക്കിപ്പോൾ അവർക്കൊരു അവാർഡ് കിട്ടിയാൽ പോലും എനിക്ക് അവാർഡ് കിട്ടിയായിരുന്നില്ലേ അങ്ങനെയൊന്നും പറയില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് എന്തായാലും പറയാതിരിക്കില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല ന്യൂസ് കണ്ടിട്ടോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വല്ല ആർട്ടിക്കിളോ വല്ല പോസ്റ്റോ കണ്ടിട്ടാണ് നിങ്ങൾക്ക് അവാർഡ് ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് അവാർഡ് ഉണ്ട്. അത് അവരുടെ ജാടയൊന്നുമല്ല, അവരതങ്ങനെ പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എനിക്ക് അവാർഡ് കിട്ടിയെന്നൊക്കെ അവർ പറഞ്ഞു നടക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ലൈഫിൻ്റെ ഒരു പ്രൈവസി അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താണോ ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ, അതിനെക്കുറിച്ച് ഒന്നും അവരിങ്ങനെ അവർ ആരോടൊക്കെ ഷെയർ ചെയ്യണം, കൃത്യമായിട്ട് കുറച്ച് ആളുകളെയാണ് അവർ അത്രയും വിശ്വസിക്കുന്നുള്ളൂ. അത്രയും വിശ്വസിക്കുന്ന അവരുടെ അടുത്ത് മാത്രമാണ് അവരിതൊക്കെ ഷെയർ ചെയ്യുള്ളൂ. അല്ലാത്തവരോട് അവരൊന്നും പറയില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര സ്ട്രോങ് ബൗണ്ടറി ഉള്ള ആളാണ്. അപ്പോൾ അത് നിങ്ങളും റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇവിടെ. നിങ്ങളും ഇവരും തമ്മിലൊരു മുൻജന്മ ബന്ധവും കാണുന്നുണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മുതിർന്ന ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു എനർജി ഒരു വളരെ അവർക്ക് ശരിക്കുള്ള ഏജ് എത്രയാണെങ്കിലും ആ ഏജിൻ്റെ ഒരു എനർജി അല്ല, അതിനേക്കാളും ചെറുപ്പമായിട്ടാണ് ഫീൽ ചെയ്യുക. അവരങ്ങനെയാണ്, അവരുടെ ഒരു മനസ്സുകൊണ്ട് വളരെ ചെറുപ്പമായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 3യുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട ക്ലൂസ് എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. പിന്നെ വേറൊരു മെസ്സേജ് കണ്ടത്, അവർക്ക് ചില സമയത്ത് അവർ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായത് കുറച്ച് റിസ്ക് എടുക്കാനൊന്നും പേടിയില്ലാത്ത, പ്രത്യേകിച്ച് എന്താ പറയുക, അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ അവർ കുറച്ച് റിസ്ക് എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ കാര്യമൊക്കെ വരുമ്പോൾ അവർക്ക് ആ റിസ്ക് എടുക്കാനൊന്നും അവർ മടിക്കില്ല. അവർ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പെരുമാറാനുള്ള സാധ്യതയും കാണുന്നു. ഒരു എക്സ്ട്രാ മെസ്സേജ് കിട്ടിയതാണ്. അപ്പോൾ നമുക്കൊരു സോഡിയക് സൈനാണ് കിട്ടിയത്, അക്വേറിയസ്. അപ്പോൾ അവരുടെ സൺ മൂൺ റൈസിങ്ങിൽ ഈ അക്വേറിയസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് സാറ്റർഡേ. ഓക്കെ, അപ്പോൾ അവർ ജനിച്ച ആഴ്ച ശനിയാഴ്ച ആയിരിക്കാം. പിന്നെ നമുക്ക് 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്, ജാനുവരി, സെപ്റ്റംബർ. ഇതിലേതെങ്കിലും ഒന്ന് അവരുടെ ജനന മാസമായിരിക്കാം. പിന്നെ ഇനീഷ്യൽസ് കിട്ടിയിട്ടുള്ളത് CKMT. ഓക്കെ, ടി ഇവിടെ വയ്ക്കാം. ഇതാണ് ജനന ഇനീഷ്യൽസ്. അപ്പോൾ ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യലൊക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 1st, 3rd, 27, 28, 29. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവരുടെ ജനന തീയതി. ഓക്കെ, അപ്പോൾ അവരുടെ ജനന തീയതിയും മാസവും ആഴ്ചയും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം. പിന്നെ പോലെ ഒരു ന്യൂ എനർജിന്ന് എനിക്ക് കിട്ടിയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ വ്യക്തിനെ, അതൊരു സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ മുൻ കാമുകനോ കാമിക്കൊന്നുമല്ല കേട്ടോ, ആ ഒരു എനർജി ഒന്നുമല്ല എനിക്ക് വരുന്നത്.
മിക്സഡ് എനർജിയാണ്. ചിലപ്പോൾ ഇതിൽ പല കളക്റ്റീവ് ഉണ്ടായിരിക്കാം. അതായത് ചിലർക്കത് ന്യൂ ആയിരിക്കാം, ചിലർക്ക് ഓൾറെഡി അറിയുന്ന ആൾ, അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കാം. ചിലരുടെ കേസിൽ നിങ്ങളുടെ പാസ്റ്റ് ലവർ തന്നെയായിരിക്കാം. ഓക്കെ, പാസ്റ്റ് ലവർ എന്ന് പറയുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നുമല്ലേ പറയണേ. അങ്ങനെയുള്ളവർ തിരിച്ചു വന്നാൽ പോലെ അവരെ സ്വീകരിക്കരുത്. അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തി ആവാനും സാധ്യതയുണ്ട്. എനിക്ക് മൾട്ടിപ്പിൾ കളക്റ്റീവ് എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതൊരു ജനറൽ ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി വരും റീഡിങ്ങുകളിൽ നമ്മൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പല ടോപ്പിക്കുകളിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്നതാണ്, അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് തന്നെയല്ല, വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഇതുപോലെ പിക്കാച്ചാം റീഡിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ടൈം സ്റ്റാമ്പ്സിന് താഴെയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം നിങ്ങൾക്ക് ആ ഒരു മീഡിയത്തിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഗ്രൂപ്പ് 2 പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. കൂടുതൽ പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് വേണം എന്നാവശ്യപ്പെട്ട് കുറച്ചധികം പേര് വരികയാണെങ്കിൽ ഞാനൊരു വീഡിയോ അത് ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഉറപ്പുവരുത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരെയാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ഇതുവരെ ഈ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇതിലെ റീഡിംഗ് കാണുന്നവർക്കും അതിനോട് ഇൻറ്ററാക്ട് ചെയ്യുന്നവർക്കും ഫീഡ്ബാക്ക് അറിയിക്കുന്നവർക്കും പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്കും എല്ലാം ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ ഒരു വിശ്വാസത്തിനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടിനും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.